ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ദേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ സമയം എന്തേ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. 6 മണി ആയപ്പോൾ ഉള്ളൊരു വെളിച്ചമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ആകാശത്ത് മാത്രമേ വെളിച്ചുള്ളൂ, ബാക്കി എല്ലായിടത്തും ഇരുട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ 6 മണിക്കൊന്നും സാധാരണ എണീക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ 6 മണിക്ക് എണീക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണെന്ന് അറിയണ്ടേ, ഇന്ന് ഫുഡ് കൊടുക്കാനുണ്ട് കേട്ടോ, പൊതിച്ചോറ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നേരത്തെ എണീറ്റിട്ടുള്ളത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര നേരത്തെ എണീക്കില്ല, പക്ഷെ നമ്മുടെ പണികളൊക്കെ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ എണീക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എണീക്കും കേട്ടോ. അത് പിന്നെ എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ. അല്ലാതെ എന്ന് വിചാരിക്കും എണീക്കണം എന്നൊക്കെ, പക്ഷെ ഭയങ്കര മടിയാണേ. കഴിഞ്ഞ വർഷം വിചാരിച്ചു കേട്ടോ, ഈ 2025 മുതലെങ്കിലും നേരത്തെ എണീക്കണം എന്ന്. പക്ഷെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ കിടന്ന് ഒന്നും അല്ല, പക്ഷെ നമ്മൾ ഉണരുന്നുണ്ട്, ഉറങ്ങുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിക്കും, എന്നും നാളെ എണീക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ മടിയാകും, രാവിലെ ആകുമ്പോൾ മടിയാകും. രാത്രി ഇതുപോലെ തന്നെയാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് രാത്രി കിടക്കുക. പക്ഷേ എവിടെ എണീക്കണോ, നടക്കണ്ടേ. എന്തായാലും ഞാൻ തീരുമാനിച്ചതാണ് കേട്ടോ നേരത്തെ എണീക്കണം എന്നുള്ളത്. നേരത്തെ എണീക്കും. അപ്പോൾ ഇന്നിപ്പോൾ 6 മണിക്ക് എണീറ്റില്ലേ, അങ്ങനെ തന്നെ. പിന്നെ അതുപോലെ വേണമെന്ന് വിചാരിക്കുന്ന ദിവസമൊക്കെ നമ്മൾ എണീക്കാറുണ്ട് കേട്ടോ. വെറുതെ മടി പിടിച്ച് കിടക്കുകയാണല്ലോ, അതൊന്നും അല്ലേ. അപ്പോൾ അങ്ങനെ അതേ. അപ്പോൾ രാവിലെ എണീറ്റതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറ് കൊടുക്കാനുണ്ട്, പൊതിച്ചോറ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എണീറ്റ് ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ആ കാണിച്ചു തന്നിട്ടുള്ളത്. പുറത്തെ വ്യൂ ഇരുടായി നിൽക്കുന്നത്, വെളിച്ചമൊന്നുമില്ലേ. അപ്പോൾ അങ്ങനെ ദേ അടുക്കളയിലേക്ക് വന്നു. ഞാൻ ആദ്യം ചായക്കുള്ള വെള്ളം വെച്ചു. അതുപോലെ തന്നെ ദേ ചോറിനുള്ള അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോഴേക്ക് നമുക്ക് ആ ചോറിനുള്ള അരി ഇട്ട് അതൊന്ന് തിളയ്ക്കാനാകുമ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കാണ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാനുള്ള അടുത്ത കാര്യം സെറ്റാവുള്ളൂ. അതാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്ത് പുറത്തേക്ക് വെക്കണു. നമ്മൾ കറി ഉണ്ടാക്കാനുള്ള കഷ്ണം പുറത്തേക്ക് വെച്ചു. അതുപോലെ പരിപ്പ് വെള്ളത്തിലിട്ടു, പുളി വെള്ളത്തിലിട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ അവിടെ ആവട്ടെ, അതുപോലെ ചായ അവിടെ ആവട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇഡ്ഡലിയിൽ എണ്ണ കുറച്ചൊന്ന് തടവി കൊടുക്കാം കേട്ടോ. ഇന്ന് ചായക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കണത് ഞാൻ കഴിഞ്ഞ ഇതിന് മുന്നുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാക്കരിയും പച്ചരിയും ഒരുപോലെ എടുക്കും, പിന്നെ അതിൻ്റെ പകുതി ഉഴുന്നും എടുക്കും, ഒരു ചെറിയ സ്പൂണോളം ഉലുവയും കൂടിയും ചേർക്കും. അങ്ങനെയാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വ്ളോഗ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ വ്ളോഗിൽ എനിക്കങ്ങനെ ഒരുപാട് വിഷയങ്ങളൊന്നും കാണിക്കാനൊന്നുമില്ല. നമ്മൾ എന്നും ഇങ്ങനെ, പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വ്ളോഗിൽ നിന്നൊന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു ചിക്കൻ ഉണ്ടാക്കണതും അതുപോലെ കുറച്ച് റെസിപ്പിയൊക്കെ അങ്ങനെ ഈ വ്ളോഗ് അല്ലാതെ ഡെയിലി നമ്മളിടുന്ന വ്ളോഗ് അല്ലാത്ത രീതിയിൽ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ അതെന്തോ ആർക്കും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം എൻ്റെ വ്ളോഗിനാണ് വ്യൂസ് ഉള്ളതിൽ വെച്ചിട്ട് നോക്കുക, അത് തന്നെ ഒരുപാട് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഉള്ളതിൽ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വ്ളോഗിലാണ് വ്യൂ ഉള്ളത്, ബാക്കിയുള്ള കാര്യത്തിലൊന്നും വ്യൂ വരുന്നില്ല കേട്ടോ. ഇതിനെ രണ്ടിനെയും നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ വ്ളോഗിൽ നല്ലോണം ഉണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ചോദിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വ്ളോഗായിട്ട് ഈ ഒരു ചാനൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. കാരണം അധികം വിഷയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. പിന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോഴേക്കും ഇതേ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് തട്ടിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തട്ടും ഒന്ന് ചൂടായതിന് ശേഷമാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അങ്ങനെ അതവിടെ ആവട്ടെ. അപ്പോൾ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം കേട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഒരു സബ്സ്ക്രൈബറുടെ കുട്ടി ഫുഡ് കഴിക്കണ കാര്യം, ഫുഡ് കഴിക്കുന്നില്ല, കഴിക്കാൻ മടിയാണെന്നുള്ള രീതിയിൽ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് പറയുക, അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്താലോ. ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സ് കിട്ടും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റാൻ മാത്രമുള്ള ടിപ്സും കാര്യങ്ങളും ഒന്നുമല്ല. അതുപോലെ തന്നെ വലിയ വലിയ ടിപ്സും കാര്യങ്ങളും അതും അല്ല കേട്ടോ. ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് ആണ് ഞാൻ രണ്ടാമത് ചോദിക്കാൻ വിചാരിച്ചിട്ടുള്ള കാര്യം. അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധാരണ ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് മാത്രം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുക, അങ്ങനെയൊന്നും നടക്കില്ല. നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കേണ്ടി വരും, അത് കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് കഴിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു നുറുങ്ങു വിദ്യകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യാം. എന്താ പറയുക, ഒരു രസം, പഴയകാല ഓർമ്മകളൊക്കെ പുതുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസം, അത്രേ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആക്കിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മളെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ ഒരു തട്ടൊക്കെ ആയതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോഴേക്ക് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചട്ടണിയിലേക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ ചട്ടണി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കറിവേപ്പില ഇന്നലെ പറിക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇത് 2-ാം തീയതിത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1-ാം തീയതി തന്നെ ഞാൻ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയി, കാലിന് മുറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു 1-ാം തീയതി തന്നെ എനിക്ക് മുറി കിട്ടിയിട്ടുണ്ട്, ഇനി ബാക്കി എന്താകും എന്നുള്ളത്. അപ്പോൾ ഏതായാലും അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഒന്ന് വാങ്ങി വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മളെ ചട്ടണി ആയിട്ടുണ്ട്, ചട്ടണി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഒന്ന് കുടഞ്ഞ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ എനിക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. സ്റ്റൗവിലും വേറെ നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ വെക്കാനുണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് ഇതിൽ വെള്ളം ഒഴിക്കാതെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തണുത്തതിന് ശേഷം തന്നെയാണ് ഞാൻ ഇഡ്ഡലി മാറ്റിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതും നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. ഉപ്പേരിക്ക് ഞാൻ ചെറിയ കായയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള കായയാണ്, അതെടുത്തിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ കായയാണേ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ മുറ്റം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് പന്നി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു വാഴ നട്ടിട്ടുണ്ടായിരുന്നു, വാഴ തൈ ആയിരുന്നു കേട്ടോ. ആ തൈ ഇന്നലെ രാവിലെ നോക്കുമ്പോൾ, അതും 1-ാം തീയതി കിട്ടിയതാണേ. ഇന്നലെ രാവിലെ നോക്കുന്ന സമയത്തുണ്ട് മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പന്നി വഴിയൊരുക്കി പോയതാണെന്ന് കേട്ടോ. പന്നി അത് കുത്തി നശിപ്പിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അത് പോയ വഴി നന്നാക്കിയിട്ട് പോയതാണെന്നാണ് തോന്നുന്നത്. അതിലെങ്ങനെ ഞാൻ നടക്കാനുള്ള വഴിയാണ്, അപ്പോൾ അത് നന്നായി ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. വാഴ ഇതുവരെ വാടിയിട്ടില്ല, വാഴയാണെങ്കിൽ മറിഞ്ഞു വീണിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കറയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഡ്ഡലിയും ചട്നിയൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സമയങ്ങളിൽ അപ്പൂസിന് ഞാൻ കഴിക്കാം എന്നുള്ളൊരു വിചാരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനുള്ളത് വേറൊരു പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൂസിന് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അവൻ ഏതായാലും ഒറ്റയ്ക്ക് കഴിക്കട്ടെ, അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നു. പക്ഷേ അപ്പൂസ് കഴിച്ചില്ല. കാരണം എന്താ, ഇഡ്ഡലി ആയതുകൊണ്ട്. ഇഡ്ഡലി അവൻ അങ്ങനെ കഴിക്കില്ല. ഇഡ്ഡലി ദോശ എന്നുള്ള സാധനങ്ങളൊന്നും അവൻ അധികം പിടിക്കില്ല കേട്ടോ. നിർബന്ധിച്ച് കഴിപ്പിച്ചാലൊക്കെ കുറച്ചൊന്ന് കഴിക്കും എന്നല്ലാതെ അവന് താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ
ഇല മുറിക്കാൻ വേണ്ടിയിട്ട്, വാഴയുടെ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ്, നമുക്ക് ഉണ്ടാക്കണ്ടേ പൊതിച്ചോറ്. അങ്ങനെ ദേ 2 ഇലയൊക്കെ മുറിച്ച് വന്നു. അപ്പോൾ ദേ കറിയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ദേ പൊതിച്ചോറൊക്കെ ആക്കി അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു കേട്ടോ. അതിലൊരു ഇല കീറിപ്പോയി. അപ്പോൾ ഞാൻ വേറൊരു ഇല എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ എത്രയും ഉണ്ടായിരുന്നുള്ളൂ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.